എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാക്ഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ ആഴ്ച ഇന്ത്യയിൽ ഫെസ്റ്റിവൽ വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റാണ് കഴിഞ്ഞ ആഴ്ച കാഴ്ചവെച്ചിട്ടുള്ളത്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം യൂറോപ്പ്, ഏഷ്യയിലെ ജാപ്പനീസ്, ചൈനീസ്, ഹോങ്കോങ് മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം കൊറിയൻ മാർക്കറ്റുകൾ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസെക്സും വീക്ക് ടു വീക്ക് 1.9% ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി രണ്ട് ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി അമേരിക്കയിലത്തെ മാർക്കറ്റ് പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിപ്പ് റിലേറ്റഡ് ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് അമേരിക്കയിൽ വീണ്ടും പോസിറ്റീവ് ടെറിട്ടറിയിൽ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം രണ്ട് ബാങ്കുകളിലുണ്ടായിട്ടുള്ള NPA ഇൻക്രീസാണ്. റീജിയണൽ ബാങ്കുകളിലുണ്ടായിട്ടുള്ള NPA ഇൻക്രീസാണ്. വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു വ്യാഴാഴ്ച. പക്ഷേ വെള്ളിയാഴ്ച വീണ്ടും പൊതുവെ ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് പൊതുവെ ബാങ്കിങ് സ്റ്റോക്കുകൾ അമേരിക്കയിലെ. എന്നിരുന്നാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ അറൗണ്ട് 2% താഴെയാണ് ബാങ്കിങ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചയിൽ അമേരിക്കയിൽ ടെസ്ലയുടെ റിസൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ IBMൻ്റെ റിസൾട്ട് ഉണ്ട്, കൊക്കക്കോളയുടെ റിസൾട്ട് ഉണ്ട്, പ്രോക്ടർ ആൻഡ് ഗാമ്പിളിൻ്റെ റിസൾട്ട് ഉണ്ട്, RTS കോർപ്പറേഷൻ്റെ ഒക്കെ റിസൾട്ടുകളുണ്ട്. റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്യേണ്ടിയിരുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്ന വ്യാഴം വെള്ളി തീയതികളിലായിരിക്കാം ഒരുപക്ഷെ അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത്. ഗവൺമെൻറ് ഷട്ട് ഡൗൺ ഉള്ള കാരണമാണ് ഇത്തരത്തിൽ ഡിലേ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മാസമാണ് US ഫെഡിൻ്റെ ഡിസിഷൻ വരുന്നത്. 28-29 തീയതികളിലാണ് US ഫെഡിൻ്റെ മീറ്റിംഗ്. ഫർദർ വീണ്ടും 0.25% നിരക്കിൽ അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ US ഫെഡിൻ്റെ മീറ്റിങ്ങിന് മുമ്പ് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും വരും. കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് US ഫെഡിൻ്റെ ഡിസിഷനിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മോഡറേറ്റ് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ തന്നെയാണ്. അത്തരത്തിലുള്ള ഡാറ്റ വന്നാൽ മാത്രമാണ് US ഫെഡ് വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം എടുക്കുക എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ട് അമേരിക്കയിൽ. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അമേരിക്കൻ മാർക്കറ്റിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ പൊതുവെ വീണ്ടും ഇൻവെസ്റ്റേഴ്സ് ലോവർ ഡെപ്റ്റുള്ള കമ്പനികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ബാങ്കിങ് സെക്ടറിൽ പ്രത്യേകിച്ച് റീജിയണൽ ബാങ്കുകളുടെ കാര്യത്തിൽ ധാരാളം സ്ട്രെസ്സൊക്കെ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയിൽ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പൊതുവെ കടം കുറവുള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കേന്ദ്രീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഫണ്ടമെൻ്റൽസ് നോക്കിക്കൊണ്ടുള്ള പാസീവ് സ്റ്റൈൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ കൊറിയൻ മാർക്കറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൊറിയയിൽ വീണ്ടും സാംസങ് പോലുള്ള കമ്പനികളൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം OpenAI ആയിട്ടൊക്കെ സാംസങ് അലയൻസിലെത്തിയിരുന്നു AI റിലേറ്റഡ് ചിപ്പുകളൊക്കെ സപ്ലൈ ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നിട്ടുള്ള ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനിയായ തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയുടെയൊക്കെ Q3 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൊറിയയിൽ, ചൈനയിൽ, ഹോങ്കോങ്ങിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചൈനീസ് ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. വലിയൊരു റാലിക്ക് ശേഷമുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചൈനീസ്, ജാപ്പനീസ് മാർക്കറ്റുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഫർദർ വീണ്ടും ഈ മാർക്കറ്റുകളൊക്കെ റിക്കവറി നടത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് കഴിഞ്ഞ ആഴ്ചയിൽ
വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $4380.1 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. വെള്ളിയാഴ്ച ഈ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം വലിയ വൊളാറ്റിലിറ്റിയാണ് നമ്മൾ ഗോൾഡിൻ്റെ കാര്യത്തിൽ കണ്ടത്. $4186.5 വരെയൊക്കെ താഴെ പോയിരുന്നു. അതിനുശേഷം ക്ലോസ് ചെയ്തിരിക്കുന്നത് $4250.8 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ്. അതോടൊപ്പം തന്നെ സിൽവറും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $54.52 പെർ ഔൺസ് പുതിയ റെക്കോർഡ് ഹൈ സ്പോട്ട് സിൽവർ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം സിൽവറിലും വലിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറാണ് കണ്ടത്. $50.57 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. പക്ഷേ ക്ലോസ് ചെയ്തിരിക്കുന്നത് $51.86 പെർ ഔൺസിനാണ്. രണ്ട് കമ്മോഡിറ്റികളും സ്പോട്ട് മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിനേക്കാളും ഹയർ പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. കാരണം ഡെലിവറി ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ പൊതുവേ ഈ രണ്ട് കമ്മോഡിറ്റികളെ കുറിച്ചും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് റോസ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്, ഇത്തരത്തിലുള്ള ഇഷ്യൂസ് തന്നെയാണ് ഈ രണ്ട് കമ്മോഡിറ്റികളിലും വീണ്ടും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റത്തിനൊക്കെ കാരണമാക്കിയിട്ടുള്ളത്. പക്ഷേ വലിയ രീതിയിൽ മുന്നേറിയിട്ടുള്ള കമ്മോഡിറ്റികളായാലും സ്റ്റോക്കുകളായാലും ഒരു പരിധി കഴിയുമ്പോൾ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാറുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രതിഭാസമാണ് വെള്ളിയാഴ്ച നമ്മൾ ഗോൾഡിൻ്റെ കാര്യത്തിലും സിൽവറിൻ്റെ കാര്യത്തിലും കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിലും അത്തരത്തിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം ഗോൾഡിൻ്റെയൊക്കെ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് വളരെ നല്ല ഇയേഴ്സ് തന്നെയാണ് മുന്നിലുള്ളത്. കാരണം ഗ്ലോബലി വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്ക് പ്രകാരം 54,770 ടൺ മാത്രമാണ് പ്രൂവൺ റിസർവായിട്ട് ഭൂമിയുടെ അടിയിൽ അവശേഷിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ 31 കണക്ക് വെച്ചുകൊണ്ട്. ഓരോ വർഷം 3650 ടണ്ണാണ് മൈൻ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 2040-2041 കൂടിയിട്ട് പ്രൂവൺ റിസർവുകളെല്ലാം തന്നെ മൈൻ ചെയ്ത് കഴിയും. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒന്നും തന്നെ ഒരു ഗോൾഡ് റഷ് അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമ്മളൊക്കെ പറയുന്ന ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഒന്നും തന്നെ ഇതുവരെ ഗോൾഡിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഓരോ കൊല്ലവും ഇത്തരത്തിൽ മൈൻ ചെയ്തെടുക്കുമ്പോൾ പ്രൂവൺ റിസർവ് താഴെ വരുന്ന അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് ഒക്കെ മീഡിയയിൽ വരും. അതുപോലെ തന്നെ കൺസംഷൻ കൂടുന്നു, ഒപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കൂടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗോൾഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. ലോകത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് പരിമിതമായ അളവിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കമ്മോഡിറ്റിയാണ് ഗോൾഡ്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കമ്മോഡിറ്റി തന്നെയാണ്. ഈ വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 9 ആഴ്ചയാണ് ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച വരെ. ഈ ആഴ്ചയിൽ ഗോൾഡ് പ്രൈസ് വീണ്ടും ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. 10 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ബെറ്റർ ക്ലോസിങ് നടത്തുന്ന ഒരു കമ്മോഡിറ്റി ആയിട്ട് ഗോൾഡ് മാറാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും നല്ല റാലി നടന്നിട്ടുള്ള കമ്മോഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം മറ്റ് റിസർച്ച് ഹൗസുകളെല്ലാം തന്നെ ഗോൾഡിൻ്റെ ടാർഗറ്റ് പ്രൈസ് $5000 വരെയാണ് 2026 ഡിസംബർ എൻഡ് ചെയ്യുമ്പോഴേക്കും കണക്കാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് റോസ് വീണ്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തെയൊക്കെ ETF ഇൻഫ്ലോസിൻ്റെ ഡാറ്റയും നമുക്ക് അടുത്ത ആഴ്ചകളിൽ കാണാനായിട്ട് സാധിക്കും. ഇതുവരെ പ്രീവിയസ് ETF ഹോൾഡിംഗ് ടോപ്പ് ഒന്നും തന്നെ ഗോൾഡ് ബ്രേക്ക് ചെയ്തിട്ടില്ല. 3929 ടണ്ണായിരുന്നു നവംബർ 2020 ഹിറ്റ് ചെയ്തിട്ടുള്ള ഗോൾഡ് ETF-ൻ്റെ ഹയസ്റ്റ് ഹോൾഡിങ്സ്. കഴിഞ്ഞ ക്വാർട്ടർ എൻഡ് ചെയ്യുമ്പോൾ 3838 ടൺ വരെ ആയിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാസം വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ETF ഹോൾഡിങ്ങും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പൊതുവേ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. പക്ഷേ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഗോൾഡ് ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി തന്നെയാണ് കണ്ടത്. 1
1 തീയതി, അതായത് ഈ മാസം 1 തീയതി മുതൽ 8 തീയതി വരെ ചൈനീസ് മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. ഷാങ്ഹായ് കമോഡിറ്റി എക്സ്ചേഞ്ചിനും അവധിയായിരുന്നു. ഈ സമയത്താണ് ഇന്ത്യയിൽ ഷോർട്ടേജ് കണ്ടത്. സ്പോട്ട് സിൽവർ ഒന്നും തന്നെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അവൈലബിൾ അല്ലാത്ത അവസ്ഥയിൽ സാധാരണ രീതിയിൽ നമ്മുടെ ട്രേഡേഴ്സൊക്കെ ബൈ ചെയ്യുന്നത് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ നിന്നും അതുപോലെ തന്നെ ഷാങ്ഹായ് മെറ്റൽ എക്സ്ചേഞ്ചിൽ നിന്നൊക്കെയാണ്. പക്ഷേ ചൈനീസ് മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. ആ സമയത്ത് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ ഷോർട്ട് സ്ക്യൂസ് വന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് സിൽവർ പ്രൈസ് വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി കഴിഞ്ഞ ആഴ്ച കാണാനായിട്ട് കാരണമാക്കിയിട്ടുള്ളത്. അതേസമയം സിൽവറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസും വളരെ പോസിറ്റീവ് തന്നെയാണ്. ETF ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് വലിയ രീതിയിൽ കൂടുകയാണ്. അതോടൊപ്പം തന്നെ സോളാർ റിലേറ്റഡ് രംഗത്തു നിന്നുള്ള ഇൻഡസ്ട്രിയൽ ഡിമാൻഡും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിൽവറിനെ സംബന്ധിച്ചും നല്ല ഡേയ്സ് തന്നെയാണ് എഹഡ് ഉള്ളത്. എന്നിരുന്നാലും നല്ല രീതിയിൽ റാലി നടത്തിയിട്ടുള്ള സ്ഥിതിക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നമുക്ക് ഈ കമ്മോഡിറ്റിയിലും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 കമ്മോഡിറ്റികളും ഒരു പക്ഷേ മൈനർ വൊളാറ്റിലിറ്റി ഒക്കെ കാണിച്ചേക്കാം. ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ഗോൾഡിലും സിൽവറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഗോൾഡ് ETFകൾ അവൈലബിൾ ആണ്. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് SIPയിൽ കൂടെ ഗോൾഡ് ETFൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അഡ്വൈസ് ചെയ്തിട്ടുള്ളതാണ്. ധാരാളം ഇൻവെസ്റ്റേഴ്സ് നല്ല ക്വാണ്ടിറ്റി ഗോൾഡ് ETFകളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിൽവർ ETFകളും നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു. ഈ ETF-കളും നല്ല ക്വാണ്ടിറ്റി ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ETF-കൾ ഗോൾഡ് ബീസാണ്. നിപ്പോൺ AMCയുടെ ഗോൾഡ് ബീസാണ്. 10 മില്ലിഗ്രാമാണ് ഒരു യൂണിറ്റ് വരുന്നത്. അതായത് 10 മില്ലിഗ്രാമിൽ നമുക്ക് ഫിസിക്കൽ ഗോൾഡ് വാങ്ങാൻ സാധിക്കില്ല. അതേസമയം ഡിജിറ്റലി നമുക്ക് ഡിമാറ്റ് മോഡിൽ ഈ ETF വാങ്ങാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ SIPയിൽ കൂടെ ഈ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിലുള്ള റിട്ടേൺ ഒക്കെ ലഭിക്കും. അതോടൊപ്പം തന്നെ സിൽവർ ഉണ്ട്. സിൽവർ ബീസ് 1 ഗ്രാമാണ് ഇത് ഒരു യൂണിറ്റായിട്ട് വരുന്നത്. ഈ ETF-ഉം ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന ETF-ആണ്. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന 2 ETF-കൾ ഒന്ന് ഗോൾഡ് ബീസും അതുപോലെ തന്നെ സിൽവർ ബീസും ആണ്. രണ്ടും നിപ്പോൺ AMCയുടെ പ്രോഡക്റ്റുകളാണ്. നല്ല പെർഫോമൻസും അതുപോലെ തന്നെ നല്ല ഫണ്ട് മാനേജേഴ്സാണ് ഈ ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ വീണ്ടും നല്ല രീതിയിലുള്ള മുന്നേറ്റമൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഗോൾഡിൻ്റെ സ്കേഴ്സിറ്റി അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്, ഒപ്പം US-ൽ വീണ്ടും ഗവൺമെൻറ് ലോക്ക്ഡൗൺ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതും പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഒപ്പം US ഫെഡ് വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അതും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഇപ്പോൾ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഹൈ ആണെങ്കിൽ പോലും ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അപ്പം നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ വളരെ പരിമിതമായിട്ടുള്ള അളവിൽ ലഭിക്കുന്നൊരു കമ്മോഡിറ്റിയാണ് ഗോൾഡ്. പ്രൂവൺ റിസർവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ ഗോൾഡിന് ഡിമാൻഡ് കൂടും. അപ്പോൾ അറ്റ് എവരി ഫാളിൽ SIPയിൽ കൂടെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി ഇൻവെസ്റ്റേഴ്സിന് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. ഇതൊക്കെയാണ് പൊതുവെയുള്ള ഗ്ലോബൽ കമ്മോഡിറ്റി മാർക്കറ്റ് വിശേഷങ്ങൾ. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച ദീപാവലിയാണ്. സംവാദ് 2081 തിങ്കളാഴ്ച നാളെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ വർഷം ദീപാവലി നവംബർ 1-നായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ദീപാവലി ട്രേഡിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 24,304.35 പോയിൻറ്റിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,709.85 പോയിൻറ്റിലാണ്. അതായത് 5.8% ബെറ്റർ ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സും 5.3% ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 11.7% ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ സംവാദ് 2081 ആരംഭിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ള ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി 15% ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ സംവാദ് 2081 നമ്മുടെ മാർക്കറ്റ് ബെറ്റർ ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ബാങ്കിങ് സ്റ്റോക്കുകൾ തന്നെയാണ് ഇതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. സംവാദ് 2082 ആരംഭിക്കുകയാണ്. ഇത് ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച മുഹൂർത്ത വ്യാപാരം ആരംഭിക്കുന്നതോടു കൂടിയാണ്. 1:45 മുതൽ 2:45 വരെയാണ് തിരിഞ്ഞ് 1:45 മുതൽ 2:45 വരെയാണ് മുഹൂർത്ത വ്യാപാരം. അതിനുശേഷം ബുധനാഴ്ച ഹോളിഡേ ആണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നാളെ നിഫ്റ്റി ബെറ്റർ ഓപ്പണിംഗ് തന്നെയാണ്. അറൗണ്ട് 25,900 ലെവലിലൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും റെക്കോർഡ് ഹൈയിൽ ഓപ്പൺ ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ട്രേഡ് ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. ഇതുവരെ പുറത്ത് വന്നിട്ടുള്ള Q2 റിസൾട്ടുകൾ ബാങ്കുകളുടെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ബാങ്കുകളുടെ വേഴ്സ്റ്റ് സീംസ് ഓവർ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഇൻഡിക്കേഷനാണ്. ബാലൻസ് ഷീറ്റ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ PSU അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകളെല്ലാം തന്നെ വളരെ സ്ട്രോങ് പൊസിഷനിലാണ്. ഒപ്പം നമ്മുടെ GST റിഡക്ഷൻ്റെ കൺസംഷൻ കൂട്ടുന്ന ഒരു ആക്ഷനും കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ബാങ്കിങ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ അടുത്ത ദിവസങ്ങളിലും അടുത്ത മാസങ്ങളിലും അടുത്ത വർഷങ്ങളിലൊക്കെ പെർഫോം ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നല്ല Q2 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള ധാരാളം കമ്പനികളൊക്കെയുണ്ട്. ശോഭ ലിമിറ്റഡ് എക്സലൻറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സിയറ്റ് ലിമിറ്റഡ്, ഒപ്പം PNB, HDFC ബാങ്ക്, ICICI ബാങ്ക്, യെസ് ബാങ്ക്, IDBI ബാങ്ക്, ഈ ബാങ്കുകളൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മേജറായിട്ടുള്ളൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന RBL ബാങ്കിൻ്റെ ടേക്ക് ഓവറാണ്. RBL ബാങ്കിന് എമിറേറ്റ്സ് NBD ടേക്ക് ഓവർ ചെയ്യാണ്. 60% സ്റ്റേക്കാണ് RBL ബാങ്കിൽ എമിറേറ്റ്സ് NBD അക്വയർ ചെയ്യാൻ പോകുന്നത്. 280 രൂപ പെർ ഷെയർ വെച്ചിട്ടാണ് അവർ ഈ സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നത്. ഓപ്പൺ ഓഫറും അനൗൺസ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 280 രൂപ നിരക്കിൽ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ എമിറേറ്റ്സ് NBD അക്വയർ ചെയ്യും. $3 ബില്യൺ ആണ് RBL ബാങ്കിൽ എമിറേറ്റ്സ് NBD ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഉൽക്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് കൂടി RBL ബാങ്ക് ടേക്ക് ഓവർ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാങ്കിനെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ്. രണ്ടാമത്തെ അക്വിസിഷനാണ് ഒരു UAE ബേസ്ഡ് കമ്പനിയുടെ ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നോക്കുമ്പോൾ നടക്കുന്നത്. ഇതിനു മുമ്പ് സമ്മാൻ ക്യാപിറ്റൽ അക്വയർ ചെയ്തിരുന്നു, ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി, അബുദാബി ബേസ്ഡ്, അബുദാബി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഈ രണ്ട് അക്വിസിഷനും കാണിക്കുന്നത് UAE ഗവൺമെൻറ്റിൽ ഇന്ത്യയിലുള്ള കമ്പനികളുടെ കാര്യത്തിൽ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നല്ല രീതിയിൽ കാലുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദുബായ് ഗവൺമെൻറ്, UAE ഗവൺമെൻറ് അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം. നമ്മളെ സംബന്ധിച്ച് വളരെ നല്ല ന്യൂസ് തന്നെയാണ്. നമ്മുടെ ബാങ്കിങ് സെക്ടറിന് വളരെ നല്ല ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ IDBI ടേക്ക് ഓവറിൽ നിന്ന് ഒരുപക്ഷെ എമിറേറ്റ്സ് NBD വിഡ്രിയാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ IDBI ടേക്ക് ഓവറിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കാൻ പോകുന്നത് ഒരുപക്ഷെ CSB ബാങ്ക് ആയിരിക്കാം, ഫെയർഫാക്സിൻ്റെ അണ്ടറിലുള്ള കാത്തലിസ്റ്ററിയൻ ബാങ്ക് ആയിരിക്കാം. അതിനുശേഷം അക്വിസിഷൻ ത്രൂ ആവുകയാണെങ്കിൽ CSBയുടെ പേര് മാറി IDBI ബാങ്ക് എന്നാവാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇതൊക്കെയാണ് ബാങ്കിങ് റിലേറ്റഡ് അല്ലെങ്കിൽ NBFC റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ IPO നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന മിഡ് വെസ്റ്റ് IPO ക്ലോസ് ചെയ്തിരുന്നു. 92.36 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. റീറ്റെയിലേഴ്സ് 25.52 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. നല്ല ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ MNൻ്റെ മഹീന്ദ്ര ഡിഫൻസ്, എംബ്രയർ ഡിഫൻസ് ബ്രസീലായിട്ട് ടൈപ്പ് വന്നിരിക്കുകയാണ്. ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഡിഫൻസിന് വേണ്ടി നിർമ്മിക്കാനാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ഷിപ്പ് മാനുഫാക്ചറിങ് കമ്പനികൾ, ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഗവൺമെൻറ് പോളിസികളും വളരെ പോസിറ്റീവാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് പോലുള്ള കമ്പനികൾ, GRSC പോലുള്ള കമ്പനികൾ, മസഗൻ ഡോക്ക് പോലുള്ള കമ്പനികൾ, ഷിപ്പിംഗ് കോർപ്പറേഷൻ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ നല്ല ഡേയ്സാണ് ഹെഡ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്.
ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റു ന്യൂസ് ഫ്ലോസ് പൊതുവേ നോക്കുകയാണെങ്കിൽ എം സി എക്സ് നല്ല പെർഫോമൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രീവിയസ് ടോപ്പ് ക്രോസ് ചെയ്ത് പുതിയ ടോപ്പ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം കമോഡിറ്റി മാർക്കറ്റിലെ ആക്ടിവിറ്റി, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിലെ, ഗോൾഡിലെ, സിൽവറിലെയൊക്കെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എം സി എസിനാണ്. എം സി എസിൻ്റെ ട്രേഡിംഗ് ടേൺ ഓവറൊക്കെ വലിയ രീതിയിൽ കൂടിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ബാലൻസ് ഷീറ്റിലും അതുപോലെ തന്നെ Q2 റിസൾട്ടിലൊക്കെ കാണാം. അതോടൊപ്പം തന്നെ ഓൺഗോയിങ് ക്വാർട്ടർ ഇപ്പോൾ Q3 ആണ്. Q3 റിസൾട്ടിലും നല്ല പെർഫോമൻസ് ആണ് എം സി എസിൻ്റെ കാര്യത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എം സി എസ് പ്രീവിയസ് ടോപ്പ് ക്രോസ് ചെയ്തുകൊണ്ട് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി ഇന്ത്യ ഗവൺമെൻറ്റും ഒക്കാടും കൂടിയിട്ട് ഒരു ഇൻഡൈജീനിയസ് ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കൺസെപ്ച്വലൈസ് ചെയ്ത് ഇന്ത്യയുടെ ഒരു പ്രൊഡക്റ്റായിട്ട് ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു മുമ്പ് ഓർക്കിഡ് ഫാമയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഓർക്കിഡ് ഫാർമയ്ക്ക് അതൊന്നും യൂസ് ചെയ്യാനായിട്ട് അവസരം ലഭിച്ചിരുന്നില്ല, ക്രൈസിസ് വന്ന കാരണം. പക്ഷേ ഈ പ്രൊഡക്റ്റ് വൊക്കാഡിൻ്റെ അലയൻസിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയും വൊക്കാഡും കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ് നാഫിത്രോമൈസിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ഇത് ക്ലിനിക്കൽ ട്രയൽ ഇന്ത്യയിൽ കഴിഞ്ഞു. വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് ക്ലിനിക്കൽ ട്രയലിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. റെസിസ്റ്റൻറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചിട്ടുള്ളത്. ക്യാൻസർ പേഷ്യൻസിനും അതുപോലെ തന്നെ വളരെ പൂവർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒക്കാടിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇന്ത്യനെ സംബന്ധിച്ചും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് തന്നെയാണ്. ഇന്ത്യ സെൽഫ് സഫിഷ്യൻറ്റ് മോഡിലേക്ക് മാറുന്നു ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് നിർമ്മാണത്തിലൊക്കെ എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൊക്കാട്ടൊക്കെ ഒരു പക്ഷേ ദീപാവലി മുഹൂർത്ത വ്യാപാരത്തിന് മുമ്പ് തന്നെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് പൊതുവെ ഈ ആഴ്ച എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ ധൻ തേരാസിൻ്റെ ആദ്യത്തെ ദിവസം ശനിയും ഞായറാണ്. ധൻ തേരാസ് ആദ്യ ദിവസം ശനിയാഴ്ച മാരുതിയുടെ സെയിൽസ് 41,000 നമ്പർ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇനി സൺഡേ സെയിൽസ്, അതായത് ഇന്നത്തെ സെയിൽസും കൂടി വരുമ്പോൾ മാരുതിയുടെ സെയിൽസ് റെക്കോർഡ് ഹിറ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ടൂ വീലർ സെയിൽസൊക്കെ വലിയ രീതിയിലാണ് ധൻതെരാസ് ഡേയ്സിൽ ഉയരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. അതായത് വലിയ ബിഗ് സ്ക്രീൻ TV-കളൊന്നും തന്നെ കിട്ടാനില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് GST റിഡക്ഷന് ശേഷം. ഒപ്പം നമ്മുടെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്ത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നമുക്ക് സംവാദ് 2082 ചൊവ്വാഴ്ച മുഹൂർത്ത വ്യാപാരത്തോടു കൂടി ആരംഭിക്കുമ്പോൾ ബെറ്റർ എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ തിങ്കൾ അല്ലെങ്കിൽ മുഹൂർത്ത വ്യാപാരത്തിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഇന്ത്യയിലെ നിഫ്റ്റിയും സെൻസെക്സും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. 2082 അതായത് സംവാദ് 2082 നല്ല ഗെയിൻ ഇന്ത്യയിലത്തെ ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. അതിനു മുമ്പ് ഇന്ത്യ US ട്രേഡ് റിലേറ്റഡ് ടോക്സൊക്കെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. US പ്രസിഡൻ്റ് സ്റ്റേറ്റ്മെൻറ്റും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിരിക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.